ഹായ്, ഹൗ ആർ യു? എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ പലരും ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ. ഞാൻ വായിക്കാം കേട്ടോ, ശ്രദ്ധിച്ചോ. സർ, എനിക്ക് ഒരു ഫ്രണ്ടുണ്ട്. എന്നേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. ആൾ നല്ല ആളൊക്കെ തന്നെയാണ്. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ അയാളുടെ അണ്ടറിലായിപ്പോയി. എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. എപ്പോഴും അയാളുടെ കൂടെ ഞാൻ വേണം, ഒരു അടിമയെപ്പോലെ. വേഗം ദേഷ്യപ്പെടും, മെൻ്റലി ഡൗൺ ആക്കും എന്നെ. എവിടെ പോകാനും ഞാൻ വേണം. ഞാൻ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ ദേഷ്യമാകും. അയാൾ വിളിക്കുമ്പോൾ ഒരു പേടി പോലെയാണ്. ഇടയ്ക്ക് നല്ലതായിരിക്കും, ഇടയ്ക്ക് മോശമാകും. വേറെ ആരോടും ഇങ്ങനെ ഇല്ല, എന്നോട് മാത്രം. എല്ലാം കൊണ്ടും എൻ്റെ ലൈഫ് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല, ജോലിയില്ല, വീടില്ല. അവൻ്റെ കൂടെ കൂടിയോണ്ട് എൻ്റെ കുറേ വർഷങ്ങൾ പോയി. എല്ലാം കൊണ്ട് ഞാൻ ഡൗണായി. ഇനി എന്ത് ചെയ്യും ഞാൻ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. ഇത് ഒരു റിലേഷൻഷിപ്പിൽ വളരെ അബ്യൂസീവായ, ടോക്സിക്കായ ഒരു സാഹചര്യം നേരിടുന്ന ഒരു വ്യക്തിയുടെ വിഷമമാണിത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർ റിലേഷൻഷിപ്പിൽ ടോക്സിക് റിലേഷൻഷിപ്പിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ പാർട്ട്ണർ അവരോട് എമ്പതി ഇല്ലാതെ, അവരുടെ സ്നേഹം, അവർ ചില കാഴ്ചപ്പാടുകൾ കരുതിയിട്ടുണ്ട് സ്നേഹം എന്താണെന്ന്. അത് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ ആ സ്നേഹം നമുക്ക് ആഗ്രഹിക്കുന്ന പോലെയോ കംഫർട്ടബിളോ ആയിരിക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സക്സസ്ഫുള്ളായ റിലേഷൻഷിപ്പിൽ ഒന്നാമത് വേണ്ട കാര്യം കംഫർട്ടാണ്. 2 പേർക്കും കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ, നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കംഫർട്ടബിൾ ആവണം. ആ വ്യക്തിക്ക് അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് സ്നേഹമല്ല. ആ വ്യക്തിക്ക് അത് സ്നേഹമായിട്ട് തോന്നുന്നില്ലെങ്കിൽ. ഇവിടെ പലപ്പോഴും റിലേഷൻഷിപ്പ്, സ്നേഹമെന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പ് എടുക്കുന്നത് പോലെയാണ്. ഇത് ചില വ്യക്തിത്വങ്ങൾക്ക് അവരിൽ പൊതുവെ കണ്ടുവരുന്നൊരു പ്രത്യേകതയും കൂടെയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ. അത് വലിയൊരു ടോപ്പിക് കേട്ടോ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ചില ആൾക്കാരിൽ കാണുന്ന ചില സ്വഭാവ വിശേഷങ്ങൾ ഈ മെസ്സേജിൽ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല അത് തന്നെയാണോ എന്ന്, പക്ഷേ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒന്നാമത് എനിക്ക് തോന്നിയ കാര്യം, ഈ സഹോദരി കുറേ നാളുകളായി ഒരു വ്യക്തിയുടെ അണ്ടറിലായിപ്പോയി, അബ്യൂസീവായ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്പ്ഡായിപ്പോയി എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പിൽ അങ്ങനെ തോന്നില്ല. ഒരു നല്ല റിലേഷൻഷിപ്പ് നമ്മളെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നതാണ്, നമുക്ക് കോൺഫിഡൻസ് തരുന്നതാണ്, നമുക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും തരുന്നതാണ്. ആ വ്യക്തി വിളിക്കുന്നത് പോലും ഇവർക്ക് പേടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഒരു തരത്തിലും ഒരു നല്ല ഒരു ബന്ധമായിട്ട് അതിനെ കാണാൻ പറ്റുന്നതല്ല. കാരണം അത്രയ്ക്ക് അബ്യൂസീവ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ആ വ്യക്തി ഒട്ടും എമ്പതി ഇല്ലാത്ത ഒരു ആളായിട്ട് തോന്നുന്നു. കാരണം ഈ ഒരു വ്യക്തി കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ പോലും വല്ലാതെ കൺട്രോളിംഗ് ആണ്, വല്ലാതെ വിഷമമാകുന്ന തരത്തിലാണ് പെരുമാറുന്നത്. ഇതൊക്കെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അവസാനം നമ്മളൊരു റിലേഷൻഷിപ്പിലാവാൻ കാരണം എന്താണ്? നമുക്കൊരു ഇമോഷണൽ നീഡ് ഉള്ളതുകൊണ്ടാണല്ലേ, നമുക്കൊരു ടുഗദർനെസ്സിനോടുള്ള നീഡ് ഉള്ളതുകൊണ്ടാണല്ലേ, ഒരു സ്നേഹം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇത്തരം വ്യക്തികളോട് കൂടുമ്പോൾ കിട്ടുന്നത് എന്താണ്? നേരെ തിരിച്ചാണ്. സ്നേഹമല്ല കിട്ടുന്നത്, നമ്മൾ ട്രാപ്പായപ്പോയ ഫീലിംഗ് ആണ്. ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പ് ആകുന്നോടം വരെ ഒരു ഫ്രീ ബേർഡ് പോലെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പം പെട്ടു, രക്ഷയില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, റിലേഷൻഷിപ്പ് എന്ന് പറയാൻ നമ്മുടെ ചോയ്സാണ്. ഓക്കെ, ആ ചോയ്സ് ഒരിക്കലും നമ്മൾ ഒരാളുമായി സ്നേഹത്തിലായി ഒരാളുടെ ഐ ലവ് യു പറഞ്ഞു എന്ന് കരുതി അതിൽ കുടുങ്ങിപ്പോയി എന്ന് ചിന്തിക്കേണ്ടതില്ല. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ഞാനെന്നും കൂടെ ഉണ്ടാവും, എനിക്കിഷ്ടമാണ്, എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഞാനങ്ങ് പറഞ്ഞു പോയി, ഇനി ഞാനത് ഒഴിവാക്കുന്ന തെറ്റല്ലേ? നോ, അത് എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ടോക്സിക് ആണെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് പോകാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ? നമ്മുടെ പാർട്ട്ണറാണോ അതോ നമ്മളാണോ? തീർച്ചയായിട്ടും നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്,
നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ ഒരു വ്യക്തി പാർട്ണർ അതാരും ആയിക്കോട്ടെ പെരുമാറുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിന് പറ്റിയ ആളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ പലതവണ പറഞ്ഞിട്ടും നമ്മൾ പല തരത്തിൽ പരിശ്രമിച്ചിട്ടും അങ്ങനെയൊക്കെ നോക്കാം, എന്നിട്ടും അതുതന്നെയാണ് അവസ്ഥയെങ്കിൽ തീർച്ചയായും ആ ബന്ധം മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റുന്ന ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്സിലൂടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുക, ആ വ്യക്തി ആഗ്രഹിച്ച് ആ വ്യക്തിനെ കൂട്ടി നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് അടുത്തൊരു മാർഗം. പക്ഷേ ഒരു കാരണവശാലും ജീവിതം ഇത്തരം വ്യക്തികളുടെ ട്രാപ്പിൽ കൊണ്ടുപോയി കളയരുത്. അത് ഒരുപാട് സഹോദരിമാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. സഹോദരിമാർ മാത്രമല്ല, സഹോദരന്മാരും. എന്തുകൊണ്ട്? ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ ഇമോഷണൽ ട്രാപ്പിൽപ്പെട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ ട്രാപ്പിൽപ്പെട്ട് പോകുന്നതുകൊണ്ട് അവർ ഭയങ്കര കൺട്രോളിങ് സ്വഭാവം ഉള്ളവരാണ്, അബ്യൂസീവാണ്, വല്ലാത്ത മാനിപ്പുലേഷനാണ്. അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവസാനം നമുക്ക് തോന്നും നമ്മളെന്തോ തെറ്റ് ചെയ്തിട്ടാണ്. അവരെല്ലാം അങ്ങനെയാക്കി മാറ്റും കേട്ടോ. അതായത് എന്ത് പ്രശ്നം വന്നാലും അവസാനം അത് നമ്മുടെ തലയിൽ കൊണ്ടിടും. ഓക്കെ, എന്നിട്ട് നമുക്ക് തോന്നും അയ്യോ ഞാൻ എന്തോ തെറ്റ് ചെയ്തല്ലോ എന്ന് ഒരു ഫീലിംഗ് ഉണ്ടാക്കും, ഗിൽറ്റ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അവർ വലിയൊരാളാണ്, അവരാണ് പെർഫെക്റ്റ്, അവർ വളരെ വളരെ ഭയങ്കരമായ അമേസിംഗ് ആയ സ്നേഹം കാണിക്കുന്നവരാണ് എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കും. ഭയങ്കര പ്രസൻറ്റേഷൻ സ്കിൽ ഉള്ളവരാണ്, നല്ല വാക്ചാതുര്യമാണ്, കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് അവതരിപ്പിക്കും. പക്ഷെ പറയുന്നതെല്ലാം തെറ്റാണ്. അത് നമുക്ക് പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ സമയത്ത് അയ്യോ അങ്ങനെയാണോ എന്നൊക്കെ തോന്നും. അവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കും നമ്മളാണ് തെറ്റ് എന്നും അവരാണ് ശരിയെന്നും. ഓക്കെ, കുറേ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അല്ലല്ലോ, എന്നാൽ പോലും നമുക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യമില്ല. അത്രയ്ക്ക് കൺട്രോളിങ്ങും ഡോമിനൻസുമാണ് അവർക്ക്. ഇത്തരം ബന്ധങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് കാര്യം നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കൊരു തെറപ്പിസ്റ്റിനെ ഹെൽപ്പ് എടുക്കാം, രണ്ട് നിങ്ങൾക്കൊരു ലീഗൽ അഡ്വൈസർ വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം ആൾക്കാർ വളരെയധികം ഹാംഫുള്ളായി പെരുമാറാനൊക്കെ സാധ്യതയുണ്ട്. അത്തരം സമയങ്ങളിൽ ചിലപ്പം പോലീസിന് അല്ലെങ്കിൽ അധികാരികൾക്കൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ സഹായം സ്വീകരിക്കുന്ന ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് നിങ്ങളുടെ പേരൻസിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരോട് പറയുന്നതും വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് ഹാംഫുള്ളാണ്. ഇത്തരം റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഇപ്പോൾ ഈ വായിച്ച കേട്ടതുപോലെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുടെ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം, ഇങ്ങനെ ജീവിതം പോയി കഴിയുമ്പോൾ, ഇപ്പോൾ 5 വർഷം ജീവിച്ചെന്ന് പറഞ്ഞ് ആ സഹോദരി ഓൾറെഡി ഡിപ്രഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു തരം ഡിപ്രഷൻ വരും, ഒരു റിയാക്റ്റീവ് ഡിപ്രഷൻ വരും. ഇങ്ങനെ ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നവർ നേരിടുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്. അവരുടെ സെൽഫ് എസ്റ്റീമൊക്കെ പോയി, അവർക്ക് അവരെപ്പറ്റി തന്നെയുള്ള അപ്രീസിയേഷനും ഇമേജ് എല്ലാം പോയി, അവർക്ക് ഒന്നിലും പെർഫോം ചെയ്യാൻ പറ്റാത്ത അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് ജോലിയൊക്കെ രാജിവെപ്പിച്ച് ഭാര്യനെ അടിമ പോലെ ജീവിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഇത് വേറെ ആർക്കും മനസ്സിലാക്കാൻ ചിലപ്പം പറ്റില്ല. ഇവർ മറ്റ് ആൾക്കാരുടെ ഇടയിലൊക്കെ വളരെ പെർഫെക്റ്റും വളരെ നല്ല ഒരു ജോലി ചെയ്യുന്ന ആളും ഒരു ലീഡറും നല്ല സോഷ്യൽ പേഴ്സണൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ബന്ധത്തിനെയാണ് ബാധിക്കുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡർ എപ്പോഴും ബാധിക്കുന്നത് ബന്ധങ്ങളെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബൈ.